ഗൾഫ് ന്യൂസ്. അൽ ഉദൈദ് വ്യോമതാവളത്തിനു നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഖത്തറിനോട് ഖേദം പ്രകടിപ്പിച്ച് ഇറാൻ പ്രസിഡന്റ് മസ്ഊദ് പെസഷ്കിയാൻ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയെ ഫോണിൽ വിളിച്ചാണ് ഖേദം പ്രകടിപ്പിച്ചത്. യുദ്ധങ്ങളും സംഘർഷങ്ങളും അവസാനിപ്പിക്കുവാനും മേഖലയുടെ സമാധാനത്തിനും മുൻതൂക്കം നൽകി മധ്യസ്ഥ ശ്രമങ്ങളുമായി നയതന്ത്ര രംഗത്തേക്ക് സജീവമായ ഖത്തറിന്റെ നിലപാട് വീണ്ടും ചർച്ചയായി. അതേസമയം സായുധ സേന മികവിലൂടെ ആക്രമണത്തെ വിജയകരമായി ചെറുക്കുവാനും ഖത്തറിനായി. അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി വടക്കൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന സായുധ സേനാ കേന്ദ്രം സന്ദർശിച്ച് ആക്രമണം വിജയകരമായി തടയുന്നതിൽ സായുധ സേന നടത്തിയ പ്രവർത്തനങ്ങളെയും പ്രതിരോധം തീർത്ത സന്നദ്ധതയെയും പ്രശംസിച്ചിരുന്നു. ഇറാൻ ആക്രമണത്തെ വിജയകരമായി തടയാൻ സാധിച്ചെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗവും വിലയിരുത്തി. ആക്രമണത്തിന് പിന്നാലെ സൂക്ഷ്മതയോടെ പ്രതികരിച്ച അധികൃതർക്ക് ലോക നേതാക്കളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും പിന്തുണയും ഐക്യദാർഢ്യവുമായി എത്തി. കഴിഞ്ഞ ദിവസം അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയെ ഫോണിൽ വിളിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണ് എന്ന് പറഞ്ഞു. GCC മന്ത്രിസഭാ കൗൺസിലും ഖത്തറിന് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിച്ച് രംഗത്തുവന്നു. GCC അംഗരാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ പങ്കെടുത്ത അസാധാരണ യോഗത്തിൽ ഇറാൻ ആക്രമണത്തെയും ഖത്തർ ശക്തമായി അപലപിച്ചിരുന്നു. ചൊവ്വാഴ്ച വിവിധ നേതാക്കൾ ആക്രമണത്തിനെതിരെ രംഗത്തുവന്നു. യൂറോപ്യൻ യൂണിയൻ, അറബ് ലീഗ് തുടങ്ങിയ സംഘടനകളും ഫ്രാൻസ്, ഇറ്റലി, ഈജിപ്ത് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളും ഐക്യദാർഢ്യവുമായി എത്തി. എമിറേറ്റിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ സൗരോർജ്ജ പ്ലാന്റ് ഷാർജയിൽ പ്രവർത്തനം ആരംഭിച്ചു. സന എന്നു പേരിട്ട പ്ലാന്റ് ഷാർജ ഉപഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ഹാസിമിയാണ് സമർപ്പിച്ചത്. സജ ഗ്യാസ് കോംപ്ലക്സിൽ 8,50,000 ചതുരശ്ര മീറ്ററിൽ നിർമ്മിച്ചിരിക്കുന്ന പ്ലാന്റിന് 60 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട്. 8 വർഷമെടുത്ത് നിർമ്മിച്ച പ്ലാന്റിന് 13,780 വീടുകൾക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. എമിറേറ്റ്സിലെ എണ്ണ, പ്രകൃതിവാതക സംസ്കരണ സംവിധാനങ്ങൾക്ക് വൈദ്യുതി വിതരണം ചെയ്യാൻ പ്ലാന്റിനെ സഹായിക്കും. 98,000 സോളാർ പാനലുകളാണ് പ്ലാന്റിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിലൂടെ പ്രതിവർഷം 66,000 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളൽ കുറയ്ക്കുവാനും സഹായിക്കും. ഇത് പരിസ്ഥിതി സുസ്ഥിരതയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും. സുസ്ഥിര ഊർജ്ജത്തിലേക്കുള്ള യാത്രയിലെ വലിയ കുതിച്ചുചാട്ടമായാണ് പ്ലാന്റ് പ്രതിദാനം ചെയ്യുന്നതെന്ന് ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് എക്സ് അക്കൗണ്ടിൽ കുറിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം പ്ലാന്റിലെ സൗകര്യങ്ങളും സംവിധാനങ്ങളും നേരിട്ട് സന്ദർശിച്ച് വിലയിരുത്തി. പ്ലാന്റിൽ നിന്നും കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഷാർജ വൈദ്യുത ജല ഗ്യാസ് അതോറിറ്റിക്ക് നൽകും. വംശനാശം നേരിടുന്ന ജീവികളുടെയും സസ്യജാലങ്ങളുടെയും അന്താരാഷ്ട്ര വിൽപ്പന നിയന്ത്രിക്കുന്നതിന് UAE പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. പുതിയ നിയമം അനുസരിച്ച് ദേശീയ ഭരണ അതോറിറ്റിയുടെ അനുമതിയില്ലെങ്കിൽ പട്ടികയിൽ ഉൾപ്പെട്ട ഏത് ജീവിവർഗത്തിൻ്റെയും മാതൃകകളുടെയും കയറ്റുമതി, ഇറക്കുമതി, പുനർകയറ്റുമതി എന്നിവ നിയമവിരുദ്ധമായിരിക്കും. നിയമം ലംഘിച്ചാൽ 4 വർഷം വരെ തടവും 20 ലക്ഷം ദിർഹം വരെ പിഴയും ലഭിക്കും. ബുധനാഴ്ച ചേർന്ന ഫെഡറൽ നാഷണൽ കൗൺസിൽ നിയമത്തിനാണ് അംഗീകാരം നൽകിയത്. ഫ്രീ സോൺ ഉൾപ്പെടെ രാജ്യത്തിന്റെ എല്ലാ കര, സമുദ്ര, വ്യോമ അതിർത്തികളിലും നിയമം നടപ്പാക്കും. ഇത്തരം ജീവജാലങ്ങളുടെ വിപണനത്തിനും കൈമാറ്റത്തിനും അതോറിറ്റിയുടെ ലൈസൻസ് നിർബന്ധമാണ്. അനുമതിയില്ലാത്തതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ രേഖകൾ ഹാജരാക്കിയാൽ സർട്ടിഫിക്കറ്റ് റദ്ദു ചെയ്യാനും നിയമ നടപടി സ്വീകരിക്കുന്നതിനും ഇടയാക്കും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എക്സ്ക്ലൂസീവ് ആർട്ടിസ്ട്രി ഷോ സീരീസ് ബ്രാൻഡ് അംബാസഡറും പ്രമുഖ ബോളിവുഡ് നടിയുമായ കരീന കപൂർ ഉദ്ഘാടനം ചെയ്തു. ലുലു ഹൈപ്പർ മാർക്കറ്റ് അൽ ബർഷ ഷോറൂമിൽ ജൂൺ 27 മുതൽ ജൂലൈ 6 വരെ പ്രത്യേക പ്രദർശനത്തോടെയാണ് ഷോയ്ക്ക് തുടക്കമായിരിക്കുന്നത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അതുല്യമായ കരകൗശലവും ആഭരണ ഡിസൈൻ വൈദഗ്ധ്യവും അണിനിരക്കുന്ന ഷോയിൽ പരമ്പരാഗത ശേഖരങ്ങളും ആധുനിക ഡിസൈനുകളും ഉൾക്കൊള്ളുന്ന അതുല്യമായ ആഭരണ ശേഖരങ്ങളുടെ വിപുലമായ ശ്രേണിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈയിൽ സിംഗപ്പൂർ, ആഗസ്റ്റിൽ മലേഷ്യ, മറ്റ് GCC രാജ്യങ്ങളിലും പ്രധാന പാശ്ചാത്യ വിപണികളിലും ഈ വർഷത്തിലുടനീളം പ്രദർശനങ്ങൾ നടത്തും. അപൂർവ ഡിസൈനുകൾ, മലബാർ ഗോൾഡ്സിന്റെ എക്സ്ക്ലൂസീവ് ബ്രാൻഡുകളായ മൈ ഡയമണ്ട് ആഭരണങ്ങൾ, ഇറ അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ, എത്നിക് ഹാൻഡ് ക്രാഫ്റ്റ് ആഭരണങ്ങൾ, വിരാസ് റോയൽ പോൾക്കി ആഭരണങ്ങൾ തുടങ്ങിയ നിരവധി പ്രത്യേക ശേഖരങ്ങളും ലഭ്യമാകും.
ഇനി ആനന്ദ ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 22.81 ഇന്ത്യൻ രൂപ. ഒരു UAE ദിർഹം 23.32 ഇന്ത്യൻ രൂപ. ഒരു കുവൈറ്റി ദിനാർ 279.79 ഇന്ത്യൻ രൂപ. ഒരു ഒമാനി റിയാൽ 222.53 ഇന്ത്യൻ രൂപ.